എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടാണ്. പലപ്പോഴും ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു പ്രശ്നമാണ് സൈഡ് കൊടുക്കുമ്പോഴൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾ രണ്ട് തരത്തിലാണ് സൈഡ് കൊടുക്കേണ്ടി വരിക. ഒന്ന്, ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൈഡാക്കി കൊടുക്കേണ്ടി വരും. എതിരെ നിന്ന് ഒരു വലിയ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പേസ് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ സൈഡാക്കി കൊടുക്കേണ്ടി വരും. ഇങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് നോർമലി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ട്രാഫിക്കുള്ള റോഡിലൂടെ പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ നമ്മളെ വണ്ടി റോഡിലൂടെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് എത്ര സ്പേസാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയണം അത് എത്ര ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ എത്ര ഭാഗത്ത് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആദ്യം അറിയണം. എങ്ങനെ ഇത് അറിയാൻ വേണ്ടി പറ്റും? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ? മിറർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. മിറർ എങ്ങനെ നോക്കണ്ടേന്ന് വളരെ ഡീറ്റെയിൽ ആയ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ പറയാത്തത്. അപ്പോൾ രണ്ട് മിററും നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കി മനസ്സിലാക്കുക എത്ര സ്പേസ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നുള്ളതെന്ന്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 1 മിനിറ്റ് താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കാർ ആക്സസറീസുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. നമ്മുടെ ട്രാവൽ വ്ലോഗ്സും ഷോർട്ട് ഫിലിംസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, ബോർഡർ ലൈനിന് 1 ഫീറ്റ് വിട്ടിട്ട് നിങ്ങൾ പോവുക. അതായത് ബോർഡറിൽ ഇപ്പോൾ വൈറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 1 ഫീറ്റ് വിട്ടിട്ട് പോവുക. ഇതാ ഇപ്പോൾ ഈ ഒരു മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ചെറിയൊരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോകുന്നു. ഒരു വണ്ടി ഇപ്പം ബാക്കിൽ നിന്ന് നല്ലോണം ഹോൺ അടിക്കുന്നുണ്ട്, സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സൈഡാക്കി തരാൻ വേണ്ടിയിട്ട് ഹോൺ അടിക്കുന്നുണ്ട് വിചാരിക്കാം, നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് സ്റ്റിയറിങ് തിരിച്ച് സൈഡാക്കി കൊടുക്കുകയല്ല വേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ വണ്ടി ലെഫ്റ്റിലേക്ക് ഒതുക്കണം. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് മിറർ നോക്കുക. നോക്കിയിട്ട് എത്ര സ്പേസ് ഇവിടെ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ലെഫ്റ്റ് മിറർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സ്പേസ് ഉണ്ട് ലെഫ്റ്റ് മിററിൽ, എത്ര സ്പേസ് ഉണ്ട് റോഡിൻ്റെ സൈഡിൽ ബാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റിയറിങ് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ഒന്നും കൂടെ ലെഫ്റ്റ് മിറർ നോക്കുക, കറക്റ്റ് ആയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം സൈഡിലേക്ക് ഇതേപോലെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് കഴിയും. എങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് കഴിയും? ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നു, ബാക്കിലൊരു വണ്ടി ഹോൺ അടിച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആക്ച്വലി ബാക്കിൽ വണ്ടി ഉണ്ട്, ഹോൺ അടിച്ചിട്ടൊന്നുമില്ല. ഞാനിത് ലെഫ്റ്റ് മിറർ നോക്കുന്നു. ലെഫ്റ്റ് മിറർ നോക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഞാനിതാ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചോ വണ്ടി നോക്കുക. ഞാനിപ്പോൾ ഇതാ മാക്സിമം ലെഫ്റ്റ് മിറർ നോക്കി സൈഡാക്കി. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഇതാ ഈ ഒരു മിററിലൂടെ നോക്കുന്ന സമയത്ത്, ലെഫ്റ്റ് മിററിലൂടെ നോക്കുന്ന സമയത്ത് റോഡ് ഒട്ടും കാണുന്നില്ല. കാരണം എന്താണ്? ഞാൻ മാക്സിമം സൈഡ് ചേർത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ നോക്കിയിട്ട് വേണം നിങ്ങളെ സൈഡാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് സൈഡ് കൊടുക്കുന്നതെന്ന്. ഞാൻ റോഡിലേക്ക് കയറുവാണ്, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, പതിയെ കയറുന്നു. തൊട്ട് ബാക്കിൽ വണ്ടിയില്ല. എന്താ കയറി കഴിഞ്ഞ ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സൈഡിലൂടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സൈഡ് കൊടുക്കണം? ഇപ്പോൾ മുമ്പിൽ നിന്നൊരു വണ്ടി വന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന സമയത്താണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതേ പ്രൊസീജിയർ നമുക്ക് മുമ്പിൽ നിന്നൊരു വണ്ടി വരുന്ന സമയത്തും ചെയ്യാൻ വേണ്ടി കഴിയും. മുമ്പിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ അധികം സൈഡാക്കി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് മിഡിൽ ലൈന് ചേർത്ത് പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ അധികം സൈഡാക്കി കൊടുക്കേണ്ടത്. നോർമലി ആളുകളൊക്കെ പോയിക്കോളും, എതിരെ വരുന്ന വണ്ടികളൊക്കെ പോയിക്കോളും. ഇനിയിപ്പം വേറെ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ഇപ്പോൾ എതിരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും ലെഫ്റ്റ് മിറർ നോക്കുക, എത്ര സ്പേസ് ഉണ്ട് നോക്കുക, ഒന്ന് ലേശൊന്ന് അടുപ്പിച്ച് കൊടുക്കുക. മാക്സിമം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കുറച്ചൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് അടുപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതാ ഞാനിപ്പോൾ ബോർഡർ ലൈൻ ചേർത്ത് പോകുന്നുണ്ട്. ഞാൻ നോർമലി പറഞ്ഞു 1 ഫീറ്റ് വിട്ടിട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ബോർഡർ ലൈൻ അടുപ്പിച്ചിട്ട് പോവാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നോർമലി സൈഡ് കൊടുക്കേണ്ടത്. അപ്പം അധികം ആളുകളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഹോണടിയെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് മാക്സിമം ലെഫ്റ്റിലേക്ക് തിരിക്കാൻ വേണ്ടി നോക്കും. ചിലപ്പോൾ നമ്മൾ പോയിട്ട് കുഴിയിലേക്കായിരിക്കും വീഴുക. ആ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വണ്ടി കറക്റ്റായിട്ട് എടുത്ത് പോയിട്ടുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും ഒരു കുഴിയിൽ വീണിട്ടുണ്ടാവും നിങ്ങളെ വണ്ടി. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ അധികം സൈഡ് ഒതുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തിരിച്ച് റോഡിന് പുറത്തേക്കിട്ട് പിന്നെ നിങ്ങൾ ഒരിക്കലും സൈഡ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടും. പലപ്പോഴും പിന്നെ പല ആളുകൾക്കും പറ്റുന്നൊരു പ്രോബ്ലമാണ്, ഹോണടിയൊക്കെ കേൾക്കുമ്പോൾ സൈഡാക്കി മാക്സിമം കയറ്റി നിർത്തും, ടയർ ഏതെങ്കിലും കുഴിയിലേക്കൊക്കെ വീണിട്ടുണ്ടാവും, പിന്നെ റിട്ടേൺ എടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഹോണടി കേട്ടു എന്ന് വിചാരിച്ചിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈഡ് കൊടുക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ആയിരിക്കണം. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും പെട്ടെന്ന് സൈഡ് കൊടുക്കരുത്. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ അധികം ഈ സൈഡ് കൊടുക്കേണ്ട ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ബോർഡർ എടുത്തിട്ട് പോകുന്നുണ്ട്, വേറൊരു വണ്ടി ഹോൺ അടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ബാക്കിൽ നിന്ന്, നിങ്ങൾ അധികം പിന്നെ ടെൻഷൻ അടിച്ച് സൈഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് സ്പേസ് കിട്ടുന്ന സമയത്ത് അവർ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഫയർഫോഴ്സ്, ആംബുലൻസ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഹോൺ അടിക്കുന്നതെങ്കിൽ നമ്മൾ സൈഡാക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതായിപ്പോൾ എതിരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്തിട്ട് ഞാനിത് ഒന്ന് സൈഡാക്കി കൊടുത്തിരുന്നു, അധികമല്ല, ഒരു ലേശം ഒന്ന് സൈഡാക്കി. ഇനി ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് എതിരെ നിന്ന് വണ്ടി കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കുക, ആക്സിലറേറ്റർ ഒന്ന് വിടുക. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ചെയ്യണം. എതിരെ നിന്നൊരു വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിലും നമ്മളെ വണ്ടിയുടെ സ്പീഡ് കുറക്കുക. അതേപോലെ തന്നെ ബാക്കിൽ നിന്നൊരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് സ്പീഡ് കുറച്ച് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ബസ് വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക, വലിയ വണ്ടിയാണ്, നീളമുള്ള വണ്ടിയാണ്, അത് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകുന്നതുകൊണ്ടില്ലേ നിങ്ങൾ, അത് എതിരിൽ നിന്നൊക്കെ വണ്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വണ്ടി നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ ഒട്ടും സ്പീഡ് കുറക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കുറക്കാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് രണ്ട് വണ്ടി ഇങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ടാവും. അതായത് നിങ്ങളും സ്പീഡിൽ പോകുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ റോഡിലൊരു ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, രണ്ട് വണ്ടി ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വണ്ടിയെ വിടുക. ആരാണോ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെ ഒന്ന് വിടുക. നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സ്മൂത്തായിട്ട് പോവാം. അല്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, അവർ നിങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോവും. നിങ്ങൾ സ്പീഡ് കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ വണ്ടിയുടെ ബാക്ക് സൈഡ് നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിന് വരയാൻ ചാൻസ് ഉണ്ട്, നീളമുള്ള വണ്ടി ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും അത്തരം സിറ്റുവേഷനുകൾ ഉണ്ടാക്കരുത്. ഏതെങ്കിലും വണ്ടി നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്പീഡ് കുറച്ച് കൊടുക്കുക, അവർ പോയിക്കോട്ടെ. പോയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിൽ പതിയെ പോയാൽ മതി. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങൾ പിന്നെ കാര്യങ്ങളെ കാണേണ്ടത്. ഇത് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. അങ്ങനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എത്ര തിരക്കുള്ള റോട്ടിലെയും എടുത്തിട്ട് പോവാം, ഏത് ചെറിയ റോട്ടിലെയും നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ ഇതാ എതിരെ ഒരു വണ്ടി വന്നു കണ്ടോ, ബൈക്ക്. അപ്പോൾ ഇതേപോലെയൊക്കെ ആളുകൾ വരും. അപ്പോൾ ഞാനിപ്പോൾ സൈഡാക്കി പതിയെ സ്ലോ ആക്കി, കണ്ടില്ലേ, പെട്ടെന്ന് സ്ലോ ആക്കി കൊടുത്തു. ഞാൻ മിറർ ശ്രദ്ധിച്ചിട്ടാണ് സൈഡാക്കിയത്. അപ്പോൾ മിററും ശ്രദ്ധിക്കാം, നമുക്ക് ലെഫ്റ്റ് ടയറിൻ്റെ പൊസിഷനും ശ്രദ്ധിക്കാം. രണ്ടും മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ ഞാൻ സൈഡാക്കി കൊടുത്തത്. സ്ലോ ആക്കി, നിർത്തരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിർത്തിക്കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. മാക്സിമം സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്